നെയ്യപ്പം ശരിയാവുന്നില്ല എന്ന് ഇനി ആരും പറയില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 350 ഗ്രാം ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കി ഏകദേശം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ചെറിയൊരു തരിയോട് കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാവ് ഇഡ്ഡലി മാവിൻ്റെയും ദോശമാവിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് പോവും. പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒരിക്കലും കൂടി പോവരുത്, നന്നായി കിട്ടില്ല. ഇനി അടച്ച് വെച്ച് ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചുടുന്നതിന് മുമ്പ് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഏകദേശം കളർ മാറി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല കുഴിയുള്ള കട്ടിയുള്ള ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിലേക്കായിട്ട് പൊങ്ങി വരും. ഉൾഭാഗം വേവാനും പ്രയാസം ഉണ്ടാവില്ല. താഴ്ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും കളറൊക്കെ മാറി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി നെയ്യപ്പമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം.